അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിക്കാം. അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികയാൽ അവൻ ദിനവൃത്താന്തങ്ങൾ കുറിച്ചു വച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. മോശയ്ക്ക് ദൈവം പ്രമാണം കൊടുക്കുമ്പോൾ ന്യായപ്രമാണത്തിൽ രേഖപ്പെടുത്തിയിരുന്ന അനേകം കൽപ്പനകൾ ഉണ്ടായിരുന്നു. മനുഷ്യനെതിരെ പാപം ചെയ്താലും ദൈവത്തിനെതിരെ പാപം ചെയ്താലും ശിക്ഷ ഉറപ്പായിരുന്നു. അറിയാതെ ചെയ്യുന്ന പാപങ്ങൾക്ക് യാഗവും വഴിപാടുകളും ദൈവം നിയമിച്ചിരുന്നു. വർഷങ്ങൾ പലത് കടന്നുപോയി. യിരെമ്യാ പ്രവാചകൻ്റെ കാലത്ത് ദൈവം യിരെമ്യാവിൽ കൂടി ജനത്തോട് സംസാരിച്ചു. നിങ്ങൾ നിങ്ങളുടെ പാപം ഉപേക്ഷിച്ചില്ല എങ്കിൽ അന്യജാതിക്കാർക്ക് നിങ്ങൾ അടിമകളായി പോകേണ്ടി വരും എന്നായിരുന്നു ദൈവത്തിൻ്റെ മുന്നറിയിപ്പ്. ഈ കാലത്തിലെ പോലെ തന്നെ യിരെമ്യാവിൻ്റെ കാലത്തും കള്ളപ്രവാചകന്മാർ അനവധി ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലെ ചില പ്രവാചകന്മാർ പാപത്തിനെതിരെ മൗനമായിരിക്കുന്നത് പോലെ യിരെമ്യാവിൻ്റെ കാലഘട്ടത്തിലും പാപത്തിനെതിരെ പ്രവാചകന്മാർ അധരം തുറക്കാതിരുന്നു. എന്നാൽ ആ കാലത്ത് യഹോവയായ കർത്താവിൻ്റെ നാവായി യിരെമ്യാവ് ദൈവത്തിൻ്റെ അരുളപ്പാട് ഭയം കൂടാതെ പ്രസംഗിക്കുവാൻ തുടങ്ങി. ജനങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും എന്തിനേറെ രാജാവിൻ്റെ മുഖത്തു നോക്കി അവൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ ബാബേൽ ചക്രവർത്തി വന്ന് ജെറുസലേം ദേവാലയം ചുട്ടുകളയുകയും യെരുസലേമിൻ്റെ മതിലുകൾ ഇടിച്ചു കളയുകയും രാജാവിനെയും ജനത്തെയും അടിമകളാക്കി ബാബേലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിങ്ങൾ വലിയ കഷ്ടത അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. യിരെമ്യാ പ്രവാചകൻ ദൈവിക സന്ദേശം അറിയിച്ച് കഴിയുമ്പോൾ തന്നെ കള്ളപ്രവാചകൻ എഴുന്നേറ്റ് പ്രവചനം അറിയിക്കും. ഞാൻ ബാബേൽ രാജാവിൻ്റെ നുകം ഒടിച്ചു കളയുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാ പ്രവചനം 28-ാം അധ്യായം 2-ാം വാക്യമാണ് നാം ഇപ്പോൾ കേട്ടത്. ഗിബയോനിനായ സൂര്യൻ്റെ മകൻ ഹനന്യാ പ്രവാചകനാണ് ആ കള്ളപ്രവാചകൻ. ജനത്തെ സന്തോഷിപ്പിക്കുന്ന പ്രവചനമാണ് ഹനന്യാവ് എന്ന കള്ളപ്രവാചകൻ പ്രവചിച്ചത്. ഇന്നത്തെ പോലെ അന്ന് ജനം ആ പ്രവചനം വിശ്വസിച്ചു. ഒടുവിൽ 3 പ്രാവശ്യമായി ബാബേൽ ചക്രവർത്തി ജെറുസലേമിലേക്ക് വലിയ സൈന്യവുമായി വരികയും യിരെമ്യാവ് പറഞ്ഞതുപോലെ ചിലരെ കൊന്നു, ചിലരെ അടിമകളാക്കി, ചിലരെ ജെറുസലേമിൽ ശേഷിപ്പിച്ചു. ബാക്കി എല്ലാവരെയും ബാബേലിലേക്ക് കൊണ്ടുപോയി. ജെറുസലേമിൽ ജീവിച്ചിരുന്ന യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ചിരുന്നവരെയും അനുസരിക്കാതിരുന്നവരെയും ബാബേലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ചിരുന്നവർ ബാബേലിൽ ദൈവത്താൽ മാനിക്കപ്പെട്ടതുകൊണ്ട് അവരെ ഉന്നത നിലവാരത്തിലേക്ക് ദൈവം ഉയർത്തി. എന്നാൽ യിരെമ്യാവിനെതിരെ പ്രവർത്തിച്ച് യഹോവയെ അനുസരിക്കാതെ ദൈവത്തെ അപമാനിച്ചവർ ബാബേലിൽ വളരെ കഷ്ടത അനുഭവിക്കേണ്ടി വന്നു. അന്യദേശത്തെ യഹോവയാൽ മാനിക്കപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു ദൈവവചനം അനുസരിക്കുന്ന മൊർദെഖായി. ശൂശൻ രാജധാനിയുടെ ഗേറ്റ് കീപ്പർ ആയി അവന് ജോലി ലഭിച്ചു. അവൻ യഹോവയുടെ മുമ്പിലല്ലാതെ ആരെയും വണങ്ങുന്നവൻ അല്ലായിരുന്നു. അഹശ്വേരോശ് രാജാവിൻ്റെ കാലത്ത് ഗേറ്റ് കീപ്പറായിരുന്ന മൊർദെഖായി അഹശ്വേരോശ് രാജാവിൻ്റെ സ്നേഹിതനായ ഹാമാനെ വണങ്ങിയില്ല എന്ന് കണ്ട് അവനെ ഒരു പാഠം പഠിപ്പിക്കുവാൻ ഹാമാൻ തീരുമാനിച്ചു. മൊർദെഖായിയെ മാത്രം ദ്രോഹിക്കുന്നത് ഹാമാൻ്റെ പദവിക്ക് നിരക്കുന്നതല്ലാത്തതിനാൽ മേദ്യാപേർഷ്യയിലെ മൊർദെഖായിയുടെ സകല വംശക്കാരെയും നശിപ്പിക്കുവാൻ രാജാവിൽ നിന്നും അനുമതി വാങ്ങി തീയതി നിശ്ചയിച്ചു. ഹാമാൻ നടത്തുവാൻ പോകുന്ന യഹൂദാ കൂട്ടക്കൊലയിൽ നിന്നും യഹൂദാ വംശജരെ രക്ഷിക്കുവാനാണ് വാസ്തവത്തിൽ മൊർദെഖായിയും എസ്തേറും ശൂശൻ രാജധാനിയിലെ യഹൂദന്മാരും ഉപവാസം എടുക്കുന്നത്. 3 ദിവസത്തേക്കുള്ള ഉപവാസമായിരുന്നു അത്. 3-ാം ദിവസം എസ്തേർ രാജ്ഞി രാജാവിൻ്റെ മുൻപിൽ ചെന്നപ്പോൾ രാജാവിന് അവളോട് ദൈവം കരുണ തോന്നുമാറാക്കി. അന്ന് എസ്തേർ ഒരുക്കിയ വിരുന്നിൽ രാജാവ് എസ്തേറിനോട് നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന് നാളെ അങ്ങ് ഞാൻ ഒരുക്കുന്ന വിരുന്നിന് വരുമ്പോൾ പറയാം എന്നായിരുന്നു എസ്തേറിൻ്റെ മറുപടി. പിറ്റേ ദിവസത്തിൻ്റെ വിരുന്നിന് സമയമാകുമ്പോഴേക്കും മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ ഒരു കഴുമരം ഒരുക്കിയിരുന്നു. സമയം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഏകദേശം 2-ാമത്തെ വിരുന്നിൻ്റെ തലേ രാത്രിയിൽ മൊർദെഖായിയെ കൊന്നിട്ട് സന്തോഷത്തോടെ എസ്തേർ രാജ്ഞിയുടെ വിരുന്നിന് പോകുവാനായി ഭാര്യയുടെയും കുടുംബക്കാരുടെയും ഉപദേശപ്രകാരം ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി ഒരു കഴുമരം
പണിതുകൊണ്ടിരുന്നപ്പോൾ യഹോവയായ ദൈവം അഹശ്വേരോസ് രാജാവിൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ട് മൊർദെഖായിയെ മാനിക്കുവാൻ രാജാവിൻ്റെ ദിനവൃത്താന്ത പുസ്തകം വായിപ്പിച്ചു. നാളുകൾക്ക് മുമ്പ് 2 ഷണ്ഡന്മാർ രാജാവിനെ കൊല്ലുവാൻ ഉപായം ചിന്തിച്ച കാര്യം മൊർദെഖായി രാജാവിനെ അറിവ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ രാജാവ് ജീവിച്ചിരിക്കുമായിരുന്നില്ല. തൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച മൊർദെഖായിക്ക് പ്രമോഷൻ കൊടുക്കേണ്ടതിന് പകരം രാജാവ് ഹാമാന് പ്രമോഷൻ കൊടുത്തിരുന്നു. മൊർദെഖായിയെ രാജാവ് ഓർക്കുകയോ പ്രമോഷനോ പാരിതോഷമോ ഒന്നും കൊടുക്കുകയോ ചെയ്തില്ലെങ്കിലും ദൈവം അവനെ കൊണ്ടത് തൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിപ്പിച്ചിരുന്നു. എന്നിതാ ഹാമാൻ മൊർദെഖായിയെ നശിപ്പിക്കുവാൻ തക്കവണ്ണം 75 അടി ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കി കാത്തിരിക്കുന്നു. അതും യഹോവയുടെ ന്യായപ്രമാണപ്രകാരം ജീവിക്കുന്ന തൻ്റെ മകനായ മൊർദെഖായിക്കെതിരെ തന്നെ. ഈ സമയത്താണ് ദൈവം രാജാവിൻ്റെ ഉറക്കം കെടുത്തിയത്. രാജാക്കന്മാരുടെ ഹൃദയം നീർത്തോട് കണക്കെ യഹോവയുടെ കയ്യിലിരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് കർത്താവ് അതിനെ തിരിക്കുന്നുവെന്ന് സദൃശവാക്യങ്ങൾ 21-ാം അധ്യായം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മൊർദെഖായിക്ക് വേണ്ടി ദൈവം അന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്ക് പോലും ഹാമാൻ്റെ കഴുമരത്തിൽ നിന്നും മൊർദെഖായിയെ രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ല. അവിടെയാണ് മൊർദെഖായിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചത്. തനിക്കെതിരെ ഹാമാൻ ഉണ്ടാക്കുന്ന കഴുമരത്തെക്കുറിച്ച് യഹൂദാജനത്തെ കൊന്നൊടുക്കുവാൻ തീയതി നിശ്ചയിച്ച ഹാമാൻ്റെ കയ്യിൽ നിന്നും ദൈവം രക്ഷിക്കേണ്ടതിനായി ഉപവസിക്കുന്ന മൊർദെഖായിയും എസ്തേറും ശൂശൻ രാജധാനിയിലെ മറ്റു യഹൂദന്മാരും അറിഞ്ഞിട്ടില്ല. എന്നാൽ കഴുമരം നാട്ടി മൊർദെഖായിയെ തൂക്കുവാൻ കൊതിച്ചിരുന്ന ഹാമാൻ തന്നെ അതിൽ തൂങ്ങിയാടുമെന്ന് ഹാമാനും അറിഞ്ഞിട്ടില്ല. മൊർദെഖായിക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാളുകളായി നാം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു, അനേകം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, പാപം ചെയ്യാതെ തന്നെത്താൻ സൂക്ഷിക്കുന്നു. എന്നിട്ടും ആർക്കെല്ലാം നന്മ ചെയ്തുവോ അവരിൽ നിന്ന് തന്നെയോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത മറ്റു സ്ഥലത്തു നിന്നോ പ്രതികൂലങ്ങൾ വരുന്നുണ്ടോ? ഭയപ്പെടേണ്ട. നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യുമെന്ന് യെശയ്യാ പ്രവചനം 49-ാം അധ്യായം 25-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരുടെ മുൻപിൽ നിൽപ്പാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. തന്നെയുമല്ല, നിന്റെ നീതിയെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിനൊരു സമയമുണ്ട്. നിന്റെ ന്യായത്തെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കണം. 75 അടി ഉയരമുള്ള കഴുമരത്തിൽ മൊർദെഖായിയെ തൂക്കുവാൻ അനുവാദം മേടിക്കുവാൻ വന്ന ഹാമാൻ പുറത്തു നിൽക്കുന്നു. തൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച മൊർദെഖായിക്ക് എന്ത് പ്രതിഫലം കൊടുക്കണമെന്ന് ചിന്തിച്ച രാജാവ് അകത്തിരിക്കുന്നു. ഇതൊന്നും അറിയാതെ മൊർദെഖായി ദൈവസന്നിധിയിലിരിക്കുന്നു. നമുക്കെതിരെ വരുന്ന പ്രതിസന്ധികൾ നമ്മെ അറിയിക്കാതെ തന്നെ അതിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നവനാണ് യഹോവയായ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തു. നാം അത് അറിഞ്ഞാൽ ഭയപ്പെടുമെന്ന് കർത്താവിനറിയാം. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായിയെ അബീമേലെക്ക് കൊണ്ടുപോയപ്പോൾ അബ്രഹാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അബ്രഹാം പ്രാർത്ഥന മുറിയിലിരുന്നാൽ മതി, അബീമേലെക്കിൻ്റെ ഉറക്കം കെടുത്തുവാൻ യഹോവ സ്വപ്നത്തിൽ ഇടപെടുന്നവനാണ്. നാം കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നവരാകണമെന്ന് നാം മറക്കാതിരുന്നാൽ മാത്രം മതി. പ്രാകാരത്തിൽ ആരുള്ളൂ എന്ന അഹശ്വേരോസ് രാജാവിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി രാജാവിൻ്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഹാമാൻ എന്നായിരുന്നു. ഹാമാനെ വിളിച്ചുകൊണ്ട് രാജാവ് ചോദിക്കുകയാണ്, രാജാവ് സ്നേഹിക്കുവാൻ ഇച്ഛിക്കുന്ന പുരുഷനെ എന്തു ചെയ്യണം? ഇത് കേട്ട ഹാമാൻ, എന്നെയല്ലാതെ ആരെ രാജാവ് അത്രയധികം ബഹുമാനിപ്പാൻ ഇച്ഛിക്കും എന്ന് ഉള്ളം കൊണ്ട് വിചാരിച്ചു. ഹാമാൻ രാജാവിനോട്, രാജാവ് ബഹുമാനിക്കുവാൻ ഇച്ഛിക്കുന്ന പുരുഷന് വേണ്ടി രാജാവ് ധരിച്ചിരിക്കുന്ന രാജവസ്ത്രവും രാജാവ് കയറുന്ന കുതിരയും അവൻ്റെ തലയിൽ വയ്ക്കുന്ന രാജകിരീടവും കൊണ്ടുവരട്ടെ. വസ്ത്രവും കുതിരയും രാജാവിൻ്റെ അതിശ്രേഷ്ഠ പ്രഭുക്കന്മാരിൽ ഏൽപ്പിക്കണം. രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷനെ ആ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണ വീതിയിൽ കൂടി കൊണ്ടു നടന്ന് രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യുമെന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയണമെന്ന് പറഞ്ഞു. ഇത് കേട്ട രാജാവ് ഹാമാനോട്, നീ വേഗം ചെന്ന് വസ്ത്രവും കുതിരയും നീ പറഞ്ഞതുപോലെ കൊണ്ടുവന്ന് രാജാവിൻ്റെ വാതിൽക്കലിരിക്കുന്ന യഹൂദനായ മൊർദെഖായിക്ക് അങ്ങനെയൊക്കെയും ചെയ്യുക. നീ പറഞ്ഞതിലൊന്നും കുറച്ച് കളയരുതെന്ന് കൽപ്പിച്ചു. അപ്പോൾ ഹാമാൻ വസ്ത്രവും കുതിരയും കൊണ്ടുവന്ന് മൊർദെഖായിയെ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണ വീതിയിൽ കൂടി കൊണ്ടു നടന്ന് രാജാവ് ബഹുമാനിക്കുവാൻ ഇച്ഛിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യും എന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു. മൊർദെഖായി രാജാവിൻ്റെ വാതിൽക്കൽ മടങ്ങി വന്നു. ഹാമാനോ ദുഃഖിതനായി തല മൂടിയും കൊണ്ട് വേഗത്തിൽ വീട്ടിലേക്ക് പോയി.
എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം തുടങ്ങി 12-ാം വാക്യം വരെയാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. മൊർദെഖായി ഹാമാൻ്റെ മുമ്പിൽ വണങ്ങാത്ത കാര്യം നിലനിൽക്കുമോ എന്ന് കാണേണ്ടതിന് മൊർദെഖായി ഹാമാനെ വണങ്ങുന്നില്ല എന്ന കാര്യം മൊർദെഖായിയുടെ സഹപ്രവർത്തകർ ഹാമാനോട് പറഞ്ഞിരുന്നു. ഹാമാൻ തന്നെ മൊർദെഖായിയുടെ മുമ്പിൽ നടന്നുകൊണ്ട് രാജാവ് ബഹുമാനിക്കുന്ന വ്യക്തിയെ ഇങ്ങനെ ചെയ്യുമെന്ന് വിളിച്ചു പറയുന്നത് കണ്ടപ്പോൾ മൊർദെഖായിയുടെ സഹപ്രവർത്തകർക്ക് ഒരു കാര്യം മനസ്സിലായി: മൊർദെഖായിയുടെ പ്രവൃത്തി നിലനിൽക്കും എന്ന്. കാരണം യഹോവയുടെ അഥവാ യേശുവിൻ്റെ മുമ്പിൽ മാത്രമേ തല വണക്കാവൂ എന്ന് മൊർദെഖായി എടുത്ത തീരുമാനമാണ് ശരിയെന്ന് അവർക്കും ബോധ്യമായി കാണും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് മൂലം എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്ക് നേരിട്ടാലും തക്ക സമയത്ത് തന്നെ കർത്താവ് നമ്മെ മാനിക്കുവാനും രക്ഷിക്കുവാനും സ്വർഗം ചായ്ച്ച് ഇറങ്ങി വരിക തന്നെ ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തിക്കായി നാം കാത്തിരിക്കണം എന്ന കാര്യം നാം മറന്നു പോകരുത്. അവസാന ജയം കർത്താവ് നമുക്ക് തന്നെ തരും. തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം ശത്രുമുമ്പാകെ മേശ ഒരുക്കുന്നതും ബഹുമാനം കൊടുക്കുന്നതും ഇങ്ങനെയാണ് എന്ന കാര്യം നാം മറന്നു പോകരുത്. മൊർദെഖായിയെ തൂക്കുവാൻ കഴുമരമുണ്ടാക്കിയവനെ കൊണ്ട് തന്നെ മൊർദെഖായിയെ രാജാവ് സ്നേഹിക്കുന്നു എന്ന് വിളിച്ചു പറയിപ്പിച്ചവനാണ് യഹോവയാ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തു. നാം തകർന്നു പോയി എന്ന് മറ്റുള്ളവർ വിധിയെഴുതുന്ന സ്ഥാനത്ത് തന്നെ നമ്മെ പണിത് ഉയർത്തുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മെ ദ്രോഹിക്കുന്നവരെ നമ്മെ കൊണ്ട് തന്നെ പോറ്റുവാൻ തക്ക സാഹചര്യമുണ്ടാക്കുവാൻ പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിൽ പോലും ക്ഷാമം വരുത്തുന്നവനാണ് കർത്താവ്. കനാൻ ദേശത്തും ക്ഷാമമുണ്ടായിരുന്നുവല്ലോ എന്ന് ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം 5-ാം വാക്യത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മെ മാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന യേശുവിനെ, യഹോവയെ നമുക്ക് നഷ്ടമാകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി നാം ജീവിക്കണം. നാം ആരെല്ലാം മറന്നാലും നാം ഭയപ്പെടേണ്ട കാര്യമില്ല. നാം യേശുവിനെ മറക്കാതിരുന്നാൽ മാത്രം മതിയാകും. യേശു നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ ശക്തനാണ്. യേശു നമ്മെ രക്ഷിക്കും. മൊർദെഖായിയെ കഴുമരത്തിൽ തൂക്കിക്കൊല്ലുവാൻ രാജാവിൻ്റെ അനുമതിക്കായി കാത്തുനിന്ന ഹാമാൻ താൻ ആരെ നീക്കിക്കളയുവാൻ ആഗ്രഹിച്ചുവോ അവൻ്റെ മുമ്പിൽ നടന്ന് അവനെ രാജാവ് സ്നേഹിക്കുന്നുവെന്ന് വിളിച്ച് പറയിപ്പിക്കുകയും മൊർദെഖായിയുടെ മുമ്പിൽ നിന്നും രക്ഷപ്പെടുവാൻ തല മൂടിയും തല താഴ്ത്തിയും ഭവനത്തിലേക്ക് വേഗം പോകുവാൻ തക്കവണ്ണം ഹാമാനെ ഓടിക്കുകയും മൊർദെഖായിയെ മാനിക്കുകയും ചെയ്തവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഒരു താഴ്ച വരുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, നമ്മെ ഒരു ഉയർച്ച കാത്തിരിക്കുന്നുവെന്ന്. മൊർദെഖായിക്ക് വേണ്ടി താൻ ഉയർത്തിയ കഴുമരം കണ്ട് ഹാമാൻ നെടുവീർപ്പിടുകയാണ്. കാരണം മൊർദെഖായി അതിൽ തൂക്കണമെന്ന് ഇനി രാജാവിനോട് പറഞ്ഞാൽ തൻ്റെ കഴുത്തിൽ തല കാണുകയില്ല എന്ന സന്ദേശമാണ് രാജാവ് മൊർദെഖായിയെ ബഹുമാനിക്കുന്നുവെന്ന് രാജാവിൻ്റെ തന്നെ മുമ്പിൽ വെച്ച് രാജാവിൻ്റെ തന്നെ വായിൽ നിന്നും വന്ന വാക്കുകൾ. താൻ നാട്ടിയ കഴുമരം തനിക്ക് വേണ്ടി തന്നെ ആയിരുന്നുവെന്ന് അപ്പോഴും ഹാമാൻ അറിഞ്ഞിരുന്നില്ല. ഹാമാൻ നടന്ന കാര്യങ്ങളെല്ലാം തൻ്റെ ഭാര്യയോട് പറഞ്ഞപ്പോൾ മൊർദെഖായിക്ക് വേണ്ടി കഴുമരം ഉണ്ടാക്കുവാൻ ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത സഹോദരി ഹാമാൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്: മൊർദെഖായി യഹൂദനാണെങ്കിൽ നീ അവൻ്റെ മുമ്പിൽ വീഴുവാൻ തുടങ്ങി. നീ അവൻ്റെ മുമ്പിൽ ജയിക്കുകയില്ല, തോറ്റുപോകുകയുള്ളൂ. എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എസ്തേർ രാജ്ഞിയുടെ വിരുന്നിന് ഹാമാനെ വിളിക്കുവാൻ ആൾ വന്നു. മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ കഴുമരം നാട്ടിയത് അതുവരെയും മൊർദെഖായി അറിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ മൊർദെഖായിക്ക് വേണ്ടി താൻ നാട്ടിയ കഴുമരം ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തനിക്ക് തന്നെ മരണക്കെണിയാകുമെന്ന് ഹാമാനും അറിഞ്ഞിരുന്നില്ല. ഹാമാൻ ഉയർത്തിയ കഴുമരം 75 അടി ഉയരത്തിൽ നിൽക്കുകയാണ്. ആര് കഴുമരം ഉയർത്തിയാലും എന്നെ കേൾക്കുന്ന ദൈവമകനെ, ദൈവമകളെ, നീ ഭയപ്പെടേണ്ട. നീ ദൈവവചനം അനുസരിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ, ദൈവമകനാണെങ്കിൽ, ദൈവമകളാണെങ്കിൽ നിശ്ചയമായിട്ടും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായൊരു ദൈവം ഇന്നും ജീവിക്കുന്നു. നിർമ്മലമായൊരു ഹൃദയത്തിനുടമയായി നാം ജീവിച്ചാൽ നമുക്കെതിരെ ആര് കഴുമരമുണ്ടാക്കിയാലും അതിൽ ആര് തൂങ്ങണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ സൃഷ്ടാവാണ്. അന്നത്തെ വിരുന്നിൽ എസ്തേർ എല്ലാം തുറന്നു പറഞ്ഞു. ഒടുവിൽ ജീവരക്ഷയ്ക്കായി എസ്തേറിൻ്റെ കാൽക്കൽ വീണ് കിടക്കുന്ന ഹാമാനോട് രാജാവ് ചോദിക്കുകയാണ്: എൻ്റെ മുമ്പിൽ വെച്ച് രാജ്ഞിയെ ഇവൻ ബലാത്കാരം ചെയ്യുമോ എന്ന്. ഈ വാക്ക് രാജാവിൻ്റെ വായിൽ നിന്നും പുറത്തു വന്ന ഉടനെ അവിടെ ഉണ്ടായിരുന്ന രാജാവിൻ്റെ അംഗരക്ഷകർ ഹാമാൻ്റെ മുഖം മൂടി. ആ മുഖം മൂടി ഹാമാൻ്റെ മുഖത്തു നിന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ നാട്ടിയ അതേ കഴുമരത്തിൽ ഹാമാൻ തൂങ്ങിയാടി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ,
ദൈവവചനമാകുന്ന ബൈബിൾ നാം വായിക്കുകയും അതിൽ പ്രകാരം ജീവിക്കുകയും ചെയ്യുവാൻ തുടങ്ങുമ്പോൾ അല്പം പ്രതിസന്ധികളും ഭീഷണികളും മൊർദെഖായി നേരിട്ടതുപോലെ നാമും നേരിട്ടേക്കാം. ദൈവത്തിൽ ആശ്രയിച്ചും ദൈവവചനത്തോട് കൂറ് പുലർത്തിയും യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി നാം വിശ്വസ്തയോടെ ജീവിച്ചാൽ ദൈവം നമ്മുടെ പ്രശ്നങ്ങളിൽ എപ്രകാരം ഇടപെടും എന്ന് നാം കാണുക തന്നെ ചെയ്യും. ദൈവം വിശ്വസ്തനാണെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം തന്നെ നമ്മിൽ വെളിപ്പെടുത്തുകയും നമുക്കെതിരെ പ്രവർത്തിച്ചവർ എനിക്ക് തെറ്റുപറ്റിയെന്ന് നമ്മോട് പറയുവാൻ കർത്താവ് ഇടവരുത്തുകയും ചെയ്യുന്നത് കണ്ട് സന്തോഷിക്കുവാൻ ദൈവം ഇടവരുത്തുകയും ചെയ്യും. ജോസഫിനെ പോലെ നാം ഒടുവിൽ പറയും, യഹോവ എൻ്റെ പിതൃഭവനവും എൻ്റെ കഷ്ടതയും മറക്കുമാറാക്കിയെന്ന്. സങ്കീർത്തനക്കാരനെ പോലെ നാം പറയും, അവർ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചുവെങ്കിലും അവർ ജയിച്ചില്ല എന്ന്. വീണ്ടും നാം പറയും, അവർ എന്നെ വീഴുവാൻ തക്കവണ്ണം എന്നെ തള്ളിയെങ്കിലും യഹോവ എന്നെ കാത്തു എന്ന്. ആകയാൽ കർത്താവിന് വേണ്ടി ജീവിക്കാം എന്നും യേശുവിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തിന് പ്രസാദം വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യാം എന്നും പാപത്തെ വെറുത്ത് ജീവിക്കാം എന്നും കർത്താവിന് നമുക്ക് വാക്ക് കൊടുക്കാം. ഈ യേശു എന്നുവന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങേ അറിയാതിരിക്കുന്നെങ്കിൽ അങ്ങേ അറിയുവാൻ തക്കവണ്ണം കൃപ കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.